വിഭവങ്ങളുടെ എണ്ണം കൊണ്ട് പ്രസിദ്ധമാണ് ആറന്മുള ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ വഴിപാട് വള്ളസദ്യ എന്ന് പറയുന്നത്. ശ്രുതി കഴിച്ചിട്ടുണ്ടോ? ഇല്ല. നോക്കാം. 44 വിഭവങ്ങൾക്ക് പുറമെ ശ്ലോകം ചൊല്ലി ചോദിക്കുമ്പോൾ നൽകുന്ന 25 വിഭവങ്ങൾ വേറെയും ഉണ്ടെന്നാണ് പറയുന്നത്. അതേതാ? നോക്കാം, റിപ്പോർട്ട് കാണാം. തൂശനിലയിൽ 69 വിഭവങ്ങൾ. ആറന്മുള വള്ളസദ്യ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കഴിക്കേണ്ടത് തന്നെ. ഇപ്രാവശ്യത്തെ ആറന്മുള വഴിപാട് വള്ളസദ്യയ്ക്ക് ആറന്മുള ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ ഇന്നലെ തുടക്കമായി. എള്ളുണ്ട, ഉണ്ണിയപ്പം, ചേന ഉപ്പേരി, ഉപ്പുമാങ്ങ, പഴം നുറുക്ക്, വഴുതനങ്ങ മെഴുക്ക് പുരട്ടി, ചമ്മന്തിപ്പൊടി, കരിമ്പ്, മലർ, ചേമ്പ് ഉപ്പേരി തുടങ്ങി 44 വിഭവങ്ങൾ ഇലയിൽ വിളമ്പും. വെണ്ണ, അരവണ പായസം, ശർക്കര പായസം, അമ്പഴങ്ങ അച്ചാർ, മടന്തയിലത്തോരൻ, തകരത്തോരൻ, കട്ടത്തൈര്, പാളത്തൈര്, പഴുത്ത മാങ്ങാക്കറി തുടങ്ങി 25 വിഭവങ്ങൾ ശ്ലോകം ചൊല്ലിയും ചോദിക്കും. ശ്ലോകം ചൊല്ലി ചോദിക്കുന്ന വിഭവങ്ങൾ പള്ളിയോടങ്ങളിലെ തുഴച്ചിൽക്കാർക്ക് നൽകണമെന്നാണ്. ഭക്തർക്ക് വള്ളസദ്യയിൽ പങ്കെടുക്കുന്നതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും ക്ഷേത്രത്തിൽ സജ്ജമാണെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് പറഞ്ഞു. ദിവസേന ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് ഇവിടേക്ക് ഈ സദ്യ കഴിക്കുവാൻ വേണ്ടി എത്തുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും ദേവസ്വം ബോർഡും ജില്ലാ ഭരണകൂടവും ഒരുക്കിയിട്ടുണ്ട്. വളരെ സംതൃപ്തമായ ഒരു വിശ്വാസികൾക്കൂടെ എത്തുവാനും സംതൃപ്തമായി സദ്യ കഴിച്ച് മടങ്ങുവാനും സാധിക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഇഷ്ടകാര്യ ലബ്ധിക്കായി ഭഗവാൻ അർപ്പിക്കുന്ന വഴിപാടാണ് വള്ളസദ്യ. പള്ളിയോടങ്ങളിലെത്തുന്ന കരക്കാർക്കും വഴിപാടുകാർ ക്ഷണിക്കുന്നവർക്കും 44 വിഭവങ്ങൾ അടങ്ങുന്ന സദ്യയാണ് തൂശനിലയിൽ വിളമ്പുന്നത്. റിപ്പോർട്ടർ പത്തനംതിട്ട.